ചിത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടല്ലോ, ജാനിയമ്മയുടെ ചിത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഭയങ്കര പാട്ടുണ്ട്. അത് അവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ചിത്രയോട് പറയാറുണ്ടല്ലോ. ഇതിലൊരു പ്രത്യേകത എന്താ അറിയാം, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 12 സ്വരത്തില് ഒരു സ്വരം ഒഴിച്ച് എല്ലാ സ്വരവും അറിയാതെ വന്നു പോയത്. അതായത് നിസരി മഗ നിസരി മഗ പദ പ അല്ലല്ല, ചെറിയ രീയില്ല, അത് മാത്രമല്ല മറ്റു അതുണ്ട്. സ്വർണ്ണമുഖില് സ്വർണ്ണമുഖില് സ്വപ്നം കാണാറുണ്ടോ നീ, അപ്പൊ എല്ലാമായി ഉണ്ട്. ഇത് ഞാൻ നോട്ട് ചെയ്തിരുന്നില്ല, നമ്മുടെ ഒരാൾ മ്യൂസീഷ്യൻ പറഞ്ഞപ്പോൾ അതങ്ങനെ വന്നു സംഭവിക്കുന്നതാണ് കേട്ടോ. അത് ഭരതേട്ടൻ പണ്ട് പറയുന്നു, എടാ ഒരു നല്ല സിനിമ ഉണ്ടാക്കുകയല്ല ഉണ്ടാകുവാണ്. ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. നല്ല പാട്ട് ഉണ്ടാക്കിയിടാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റും, പക്ഷെ പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. സ്പോണ്ടനിറ്റി ഇറ്റ്സ് ഹാപ്പൻസ്. ഇത് റീമേക്ക് പടത്തില്ല, ഇത് ഞങ്ങളുടെ കഥ. ഇത് റീമേക്ക് പാലവനച്ചോലയില് മെഹദി ഹസന്റെ ഒരു ഗസലാണ്, വാണിജ്യ പാടിയ ഒരു ഗസലായിരുന്നു. അപ്പൊ അത് കേൾക്കണോന്ന് ചോദിച്ചു. ഒറിജിനൽ ഗസല്ലേ മതി. ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കണ്ട പറഞ്ഞു. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ജയേട്ടൻ്റെ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടർ ആരോ വന്നിട്ടൊരിക്കൽ അന്ന് വരെയുള്ള ഇതിന്നൊരു വ്യത്യാസമായിട്ടൊരു പാട്ട് ജയേട്ടൻ ലൈൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഇല്ലല്ല, അറിയില്ല, എനിക്കറിയില്ല. അത് വേണിച്ചോണ്ട സിനിമയല്ലേ, നാഴികക്കല്ല്? അല്ല, വേണിച്ചോണ്ടല്ലേ, നാഴികക്കല്ല്. അതല്ല, ഒരു പെണ്ണിന്റെ ഡയലോഗ്. അത് പറഞ്ഞേക്കും. ഓ, ഇത് മനുഷ്യനെ കുറച്ച് നാണം വേണം. അതങ്ങനെ പ്രിയനൊരു പടത്തില് എടുത്ത് ഉപയോഗിച്ചില്ല. അതുപോലെ പദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം, നീയൊരു മലർവാടി മധുമലർ മൊട്ടുകൾ പോരാടി മിഴികളാടി. പദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം, നീയൊരു മലർവാടി മധുമലർ മൊട്ടുകൾ പോരാടി മിഴികളാടി. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്ന സ്വപ്നജാലം. അന്ന് ശ്രദ്ധിച്ചൊരു പാട്ടത്. സിമ്പിൾ റിതം, ബോങ്കോസൊക്കെ നമ്മൾ ആദ്യം കേൾക്കുന്നത്. അന്നത്തെ പെർഫെക്ഷനിലുള്ള ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, എനിക്ക് ആലോചിച്ചിട്ട് മിക്ക പാട്ടുകളും നമ്മുടെ ഒറ്റ തവലയെ വായിച്ചിരിക്കും. ഇപ്പോൾ സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു ഒറ്റ ആളെ വായിച്ചിട്ട് 2-3 ആൾക്ക് ഒരുമിച്ച് വായിക്കാൻ പറ്റില്ല. ലക്ഷ്മണൻ, അത് ലക്ഷ്മണൻ കൂടുതൽ വായിച്ചിരിക്കും. ആ ലക്ഷ്മണ സ്വപ്നങ്ങൾ. നിങ്ങൾ സ്വർഗ്ഗകുമാരികളല്ലോ, സ്വപ്നങ്ങളീ ഭൂമി ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ്ഗകുമാരികളല്ലോ. അതെന്താ വെച്ചാല് ഒറ്റ തവലയുള്ളൂ. ഒറ്റ തവല എടുത്തത്
പിന്നീട് നമ്മൾ ബോംബെക്കാരെ ഫോളോ ചെയ്ത് നോക്കിയത് വലിയ അബദ്ധമായി. 2 ഡോളക്കും 4 തബലയൊക്കെ വെച്ചിട്ട് ഇവനെ ട്യൂൺ ചെയ്തെടുക്കാൻ തന്നെ തലയുടെ ഞരമ്പാണി കിടക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഈ ഇരിക്കുന്ന പ്ലേയേഴ്സിന് ഒരു സെൻസ് ഇല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ തല്ലിയതാ. അല്ല പിന്നെ അതുപോലെ പിന്നെ നമ്മൾ പറയണം കേട്ട് കൊട്ടണം തടിച്ചോണ്ടിരിക്കുന്നു. മാത്രമല്ല എടുക്കുമ്പോഴേ ഈ പാട്ട് പാടുന്നതിന്റെ ലിറിക്സ് കേൾക്കാതെ വരുന്നതും ഈ ഓർക്കസ്ട്രേഷന്റെ എണ്ണം കൂടിയ അന്ന് ഈ ആൾക്കാർ കൂടിയപ്പോ ഇതിപ്പോ ഒരു 4 പേരുണ്ടെങ്കിൽ ഇവരെ ചേർത്തെടുക്കാൻ തന്നെ വലിയ പാടാം. ഈ അന്നത്തെ പല ഇൻസ്ട്രുമെന്റ്സും ഇപ്പോൾ ഇല്ലല്ലോ അല്ലേ? ഇല്ല, അത് ഉദാഹരണം ഇപ്പൊ വൈബ്രോഫോൺ എന്നൊരു സാധനമില്ലേ? എനിക്ക് ഭയങ്കര ഇപ്പൊ അത് അയ്യോ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. ഇവിടെ ഇന്നാണ് ജേട്ടൻ പറഞ്ഞ അതിൻ്റെ ഒരു കാര്യം. മാഷിക്ക് ഇപ്പം അത് വേറൊരു വോയിസിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അതിലൊക്കെ വളരെ വളരെ സ്നിഗ്ധമായിട്ട് കേൾക്കുന്നുണ്ട് അതിൻ്റെ സ്ട്രോക്കൊക്കെ. ഏതെന്നറിയാം? പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. അതിലെ അപ്പം ഒരിക്കൽ മാഷ് പറഞ്ഞു എന്തോ പറഞ്ഞു രാജസാറ് പഠിച്ച് അവനൊന്ന് പാടുന്ന കേട്ടോ ജേട്ടൻ പറഞ്ഞു. അതിപ്പോൾ മാഷ്ക്ക് സാറിന് ഇപ്പോൾ വേറൊരു ശബ്ദത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ അതങ്ങനെ കിടക്കും. കറക്റ്റ് അത് ആ ശബ്ദത്തിൽ കേൾക്കണം. അപ്പോൾ ആ വിഷ്വലും കാര്യങ്ങൾ അതുപോലെ ഈ മനസ്സിൽ കിടക്കുന്ന വേറെ ഇതുപോലെ പാട്ടുണ്ട്, ഏകാന്തതയുടെ അപാരത. പിന്നെ ഇതില് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് ചില പാർട്ടിസ്റ്റ് നമ്മളുടെ തലയുടെ ഞരമ്പാണി ഇളക്കും കമ്പോസിങ് സമയത്ത്. അതങ്ങനെയായില്ല ഇങ്ങനെയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ ഞാൻ കുറേ തമാശകളുണ്ട് ഇതിൽ, കുറേ ചെറിയ തരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിലും കൂടുതൽ തമാശകളാണ് എൻ്റെ ഇതിൽ. ഭയങ്കര കോമഡി ആയിരുന്നു. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ 3 പാർട്ട്നേഴ്സ് അവർ. ഈ ഒരു പ്രൊഡ്യൂസറിന് മറ്റ് 2 പാർട്ട്നേഴ്സും പക്ക കച്ചവടക്കാരാണ്. സിനിമയായിട്ട് ബന്ധമുള്ള ഒരു ചിലപ്പോൾ അങ്ങേർക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹമാണ് കംപ്ലീറ്റ് കൊണ്ടു നടത്തണേ എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് മറ്റൊരു ഇയാൾക്കെല്ലാം ഇതിനെക്കുറിച്ച് അറിയാം, സംഗീതത്തിനെ കുറിച്ച് അവർ അറിയാമെന്ന് ബോധ്യപ്പെടുത്തും. അപ്പോൾ എന്തോ നല്ല പോലെ എന്നൊക്കെ ട്യൂൺ ഉണ്ടാക്കി. അപ്പോൾ അതിലേ ഒന്ന് നിർത്തും. ആ 3ാമത്തെ ലൈനിലെ 4ാമത്തെ ബാറിൽ എന്തോ ഒരു കുഴപ്പമില്ലേ? അന്തം വിട്ടു നോക്കി. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചു, അങ്ങനെ ഇതെങ്ങനെ കണ്ടുപിടിച്ചു ഹാപ്പി ആയി. അപ്പൊ മറ്റൊരു പരസ്പരം 2 പേരും നിന്ന് നോക്കുക, എല്ലാവരും ഹാപ്പിയായി. ഞങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി. അങ്ങനെ വളരെ വളരെ തമാശകളുണ്ട്. പിന്നെ അർജുന മാഷായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് ഞാൻ ചെയ്തിട്ടും പിന്നെയും സഹായിച്ചു തന്നു. ഇപ്പോഴും വിളിച്ചാൽ പോകും. ഉമ്മക്കൊക്കെ അർജുന മാഷും നമ്മൾ സഹായിക്കുന്നല്ല, അതിൽ വേറെ കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ മാഷ അവിടെ റഹ്മാൻ്റെ വീട്ടിൽ, അതിന് ദിലീപിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്ന മാഷ്, അവിടെ തന്നെ ഇരിക്കണേ. അപ്പോൾ ഒരിക്കൽ ഒരു പാർട്ടി ഒരു കമ്പോസിങ്ങിനെ, അപ്പോൾ ഞാൻ മാഷ് കമ്പോസിങ്ങിനകത്ത് പോകാറില്ല. ഒരു ദിവസം പോയപ്പോഴേ അതിൽ ഡയറക്ടറല്ല പ്രൊഡ്യൂസറല്ല ഡയറക്ടറുടെ ഒരു ശിങ്കിടി, മാഷേ ഇതേ പാട്ടുണ്ടല്ലോ, പാട്ടൊക്കെ ഇതെങ്ങനെ നിൽക്കണം, ഹൈ പിച്ചിൽ വേണം എനിക്ക് കക്ഷി ഉദ്ദേശിച്ചത് അല്ല. അതെ. അപ്പം ഞാൻ മാഷയോട് വിളിച്ചു പുറത്തേക്ക്, ഒരു മിനിറ്റ്. അതെ, അയാളോട് ആ കൈ അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറയും. നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ചായ കുടിച്ചോണ്ട് സിഗരറ്റ് ഒന്ന് പോ മക്കളെ, അങ്ങനെയെല്ലാം പറയാൻ പാടില്ല. അത്ര നേരം അങ്ങനെ പിടിച്ചു നിൽക്കട്ടെ, നിന്നിട്ട് വന്ന് എന്ത് ചെയ്യാൻ. അയാളെ കുറേ
ഹ്യൂമറസ് സംഭവങ്ങളുണ്ട്. പക്ഷെ പണ്ട് മാഷ് കമ്പോസിങ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ദേവരാജ മാഷൊക്കെ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയാൻ സമ്മതിക്കൂലായിരുന്നു എന്ന് തോന്നുന്നു. മാഷൊക്കെ എങ്ങനെയായിരുന്നു? അദ്ദേഹം മുറി അടച്ചുള്ള ഒറ്റ ഇരിപ്പുണ്ട്, ഭാര്യനെ വെറും കിട്ടില്ല. കമ്പോസിംഗ് ടൈമിൽ അപ്പൊ സിനിമയുടെ ആൾക്കാരൊക്കെ കൂടെ കാണൂല പടത്തിൽ തന്നെ മാസ്റ്റർക്ക് തോന്നുന്നത് തന്നെ അതല്ലേ? ഒരു ആ റൂം അടച്ചിട്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് നടക്കണമെന്ന് കൂടി പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് വരാൻ പറയും. അവിടെ സ്റ്റുഡിയോ കേട്ടോ. സ്റ്റുഡിയോ കേട്ടാന്ന് പറയും. അല്ല ആ സ്വാതന്ത്ര്യം പിന്നെ ഉള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കായിരുന്നു. അത്രയും ഒരു പിന്നെ സ്കൂള് പിന്നെ അത് ഫോളോ ചെയ്യുന്നത് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, ആരും ഇല്ലാണ്ട് ചെയ്തു. ഞാൻ മാത്രം ചെയ്തിട്ട് കേൾപ്പിക്കും ഞാൻ. മറ്റത് കേൾപ്പിക്കൽ പോലുമില്ല. കേൾപ്പിക്കില്ല മാഷ്. അതിപ്പോൾ അവന് കേട്ടിട്ട് എന്ത് മനസ്സിലാവും. അത് ഇതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഇന്നത്തെ ആൾക്കാർ കുറച്ചും കൂടി അഡ്വാൻസ് ആയി കാണും. അന്നത്തെ ആൾക്കാർക്ക് എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത് കൺസീവ് ചെയ്യാനുള്ള ത്രാണിയില്ലാന്ന് ഇദ്ദേഹം ധരിച്ചിരിക്കാം. പിന്നീട് പാടി കേൾപ്പിച്ച് ഉണ്ടാകുന്ന ഇമ്പ്രഷൻ അല്ല ഫൈനൽ ഔട്ട്കം എന്നുള്ളത്. ഒരു കൺസീവ് ചെയ്യാനുള്ളൊരു ഇത് വേണ്ടേ. ലല്ലല്ല പോലല്ല എന്ന് പറഞ്ഞിട്ട് എന്തോന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ അന്ന് പിന്നെ ലിറിക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ? വെറും ലലാല വെച്ചിട്ട് പാടിയിട്ട് അവന് ഇമ്പ്രസ് ചെയ്യുന്നു. സത്യമല്ലേ? ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശരിക്കും. ഇപ്പോൾ കമ്പോസേഴ്സിൻ്റെ കാര്യമാണ് ബുദ്ധിമുട്ട്. ഒരു പിടിവാനില്ലാത്ത ബാക്ക്പൊത്തിൽ നിന്ന് തന്നെ നമ്മൾ പിടിക്കണം. ഒരു കവിതയെ ഫോളോ ചെയ്താൽ മതിയെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ മൂടൊരു പിടിക്കാം. ഇങ്ങനൊരു ഇത് പാട്ട് വന്നപ്പോൾ ഒന്നും ആലോചിക്കാനില്ല എന്നുണ്ടോ. ഇപ്പോൾ നമ്മുടെ ഇയാൾ നമ്മുടെ ശരത്തില്ലേ രഞ്ജിത്തെ, ശരത്ത് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ജോൺ ചേട്ടാ ഇന്ന പാട്ട് ഏതിലും പാട്ടാ പേതോട്ട് പറഞ്ഞാൽ ഇന്ന പാട്ട്, അതിന് വേറൊരു ട്യൂണില്ല. ഒറ്റ അറ്റംപ്റ്റ് അത് അങ്ങനെ കവിത അങ്ങനെ നോക്കിയിട്ട് എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. അതങ്ങനെ ഉണ്ടാവില്ല. അതെ, ഇത് കവിത കിട്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ നമ്മൾ അതിൽ പിന്നെ വേറെ വേഷം കെട്ടുകളൊന്നും കാണിക്കാൻ പറ്റില്ല. ഒരു ആടിവാക്കാറ്റിലൊരു ഒരു പോലത്തെ ഒരു പാട്ട് പറഞ്ഞാൽ അത് തിരിച്ചന്നെ പറ്റും. അതിലേറെ ഈ തന്നെ കൂടെവിടലെ പാട്ട് ആടിവാക്കാറ്റ് അതും ഒന്നുകൂടല്ലോ പൊന്നൊരു പൂക്കാലം. അത് ഇത് ജോൺ ചേട്ടൻ്റെ കൂടെ തൃപ്തി തോന്നിയതാണ്. അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്. അല്ലേ ഇതിൽ ഒരു സത്യം എന്താ വെച്ചാൽ എല്ലാം ഇപ്പം മിക്കരും ഇഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ അതിന് എന്നെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് തോട്ട് ഇല്ല, ഇങ്ങനെ ആവാമായിരുന്നു എന്നില്ല. പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു അഭിപ്രായം ഉണ്ടാകുന്നത് അതിൻ്റെ പെർഫോമൻസ്, അത് സിംഗറുടെ ഭാഗത്തുനിന്നോ ഓർക്കസ്ട്രയുടെ ഭാഗത്തുനിന്നോ, പിന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് റെക്കോർഡിങ്. ഇത് മാത്രമേ റീതിങ്ക് ചെയ്യാറുള്ളൂ. ഞാൻ കമ്പോസിഷനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അത് വൺസ് ആയി പിന്നെ തീർന്നു, അതിന് നോ കറക്ഷൻ. അനുരാഗിണി പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ളത് അവിടെ ടെക്നിക്കൽ സൈഡിൽ എന്താണ് ഇനി അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആരാണ്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറ്റി ഇതിനൊരു ഡെഫിനിഷൻ ഒരു തീരുമാനമുണ്ട്. ഒരാൾ 31 ട്യൂൺ ഉണ്ടാക്കുന്നു ഒരു മ്യൂസിക് ഡയറക്ടർ, 31 പല്ലവി. ആ ശരി, അപ്പോൾ ഈ 31 പല്ലവി നീ എങ്ങനെ ഓർമ്മിച്ചു? എങ്ങനെ ഓർമ്മിക്കില്ല? ഇതിലുണ്ട് സാധിക്കുന്ന കേസാണ്. അത് സാധിക്കുന്ന കേസാണോ അത്? അതല്ലോ നമ്മളൊരു 3-4 എണ്ണത്തിൽ നിർത്തിയാൽ ചിലപ്പോൾ പറയും അയാൾ പറഞ്ഞാൽ കേൾക്കില്ല, അയാൾ ശ്രമിക്കില്ല, അതിൽ കൂടുതൽ വരാനില്ല. അപ്പം ഈ പെട്ടിയിൽ ഇത്ര വരുള്ളൂ മക്കളെ പറഞ്ഞില്ല. ഇങ്ങനെയൊന്നും 8ആയി 9ആയി 10ആയി ട്യൂണുകളെ അല്ല ട്യൂണുകൾ. അപ്പോൾ ഈ പറഞ്ഞാൽ സിംഗടിയുടെ സിംഗടി മാഷേ, ആ മാഷ് മുണ്ട് ഒരു തോർത്ത് കൊണ്ടിട്ടിരിക്കണ്ടേ, സിമ്പിളാണല്ലേ. നമ്മളേ അതങ്ങോട്ട് ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ആയില്ലല്ലോ. അപ്പോൾ സാധാരണ ഒന്നും പറയാത്ത ഭാഷ മക്കളോട് ആരാ ഉദ്ദേശിക്കാൻ പറഞ്ഞു? അത് ഞാനല്ലേ ഉണ്ടാക്കണ്ടേ? ഈ പെട്ടിയിൽ ഇത്ര പേരുള്ളൂ, ഒരു ടാക്സി വിളിക്കാൻ അങ്ങനെ കുറേ ഹ്യൂമറസ് കാര്യങ്ങളുണ്ട്. പിന്നെ
ചിലപ്പോൾ അശോകൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആസ് എൻ ആക്ടർ. നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ട് ചേട്ടാ, നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ട് ഈ വിഷ്വൽ വരുന്നത് ഘടകവിരുദ്ധമായിരിക്കും. ഒരു മാച്ചല്ലാണ്ട് നമ്മൾ ചെയ്തതിന്റെ നമ്മുടെ അടുത്ത് ആ ഫീലിന് വേറെ വേറെ വളരെ പ്രത്യക്ഷമായ എക്സാമ്പിൾ. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ്, ദേഷ്യമായിരിക്കും, കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ലാത്ത ആളാണ് ഞാൻ. നമ്മളല്ല പൊന്നിൽ കുളിച്ച ചിത്രവാടി പാടി അതായിരുന്നോ സ്പീച്ച്? അങ്ങനെ ഒരു ലെങ്തി ആയിട്ടൊരു വോയിസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം അതും ഒരു സിംഗറിലേക്ക് ഒന്ന് ചാർജ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ. ചെയ്യും എന്നായിരുന്നു. ഒന്നുകിൽ ഇപ്പോൾ ഒരു സിംഗറാണ്, ഇപ്പോൾ ജയേട്ടൻ പറഞ്ഞ സിംഗറിലേക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷനുള്ള ഫേസിലേക്ക് ചെയ്യും എന്നായിരുന്നു എൻ്റെ ഒരു കണക്കൂട്ടൽ. ഞാൻ പറഞ്ഞൊന്നുമില്ല. ഇത് പടം എടുത്ത് വന്നപ്പോഴേ മഞ്ജു വാര്യർ അന്ന് ഇത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് സാരി എടുത്തപ്പോൾ വലിയ കുഴപ്പമുണ്ടായി. അന്ന് 16 വയസ്സുള്ളൂ. മഞ്ജു വാര്യർ ഒരു കുട്ടി ഉടുപ്പിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചിറ്റുക, ഇങ്ങനെ ഒന്ന് ചിറ്റിക്കറങ്ങും. ലോങ് നോട്ടാണ് വോയിസ്. പക്ഷെ പടം ഓടിയത് കൊണ്ട് കാര്യമൊന്നും പറഞ്ഞു. സല്ലാപം ഹിറ്റ് പടം. എല്ലാം നല്ല മിടുക്കന്മാരെ ആൾക്കാരാണ് എല്ലാവരും. അത് പറഞ്ഞു ജോൺസൺ പറഞ്ഞ കാര്യം. ഞാനോട് ഞാൻ ഇപ്പം നിന്ന് ഇതിൻ്റെ കാര്യം വെച്ചാൽ പോലെ അത് അങ്ങനെ ഒരു മൂവ്മെൻറ്റേ അല്ല. അത് എനിക്കൊരു ചാർജിങ് അല്ലേ വേണ്ടത്, അല്ലേ? എന്തോന്നു? അതെ അതെ. അല്ല, അത് ചിലപ്പോൾ ഒരുപാട് തവണ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. നമ്മള് പാട്ട് പാടുമ്പോൾ ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ സിംഗറെയാണ്. ഇപ്പം ആരെയും കണ്ട അകലെ എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞ അതവശ അറിയോ? അകലെ നിർത്തിയിട്ട് ഇതിനെ പിടിച്ചിട്ട് നിർത്തണില്ല. കുറേ നേരം ഇങ്ങനെ പിടിച്ച് നിർത്തിയപ്പോൾ ആൾക്കാർ കൈ അടിച്ചു. അതിനാണ് ഇവൻ നിർത്തിയത്, ഇങ്ങനെ പിടിച്ച് നിർത്തിയത്. അപ്പോൾ ഹാപ്പിയായി എന്ന് വന്നു. മോനെ, നീ നിന്റെ ശ്വാസബലം കണ്ടിട്ട് കൈ അടിച്ചല്ല, ശ്വാസം മുട്ടി ചത്തോടാന്ന് വെച്ചിട്ട് നിർത്താൻ വേണ്ടി ചെയ്ത ആൾ. ഇതിൽ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഈ പൊന്നിൽ കുളിച്ചതില്ലേ, ആ ചേട്ടാ എന്താ ഇത്രയും യേശുദാസ് ആയതുകൊണ്ടാണോ അതങ്ങനെ ഇത്ര നീട്ടിയത്? അതെന്തിനാ ഇത്ര നീട്ടിയതെന്ന്, എന്തിനാ അത് ഇത്ര നീട്ടിയത്? ഒരാള് ചിത്രയും യേശുദാസല്ലേ, ഇനിയും നീട്ടായിരുന്നില്ലേ? എന്തെല്ലാം തരം കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഹിന്ദി ട്യൂണുകൾ കടമെടുക്കായിരുന്നു. പിന്നീട് അത് ഈ രണ്ടഭിപ്രായമുണ്ട്. എങ്കിലും അത് വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞാൽ 1949 ശ്രീധംബരം സാറാണ് എൻ്റെ ശിഷ്യൻ്റെ ഫാദർ, രാജാമണിയുടെ ഫാദർ. അദ്ദേഹമാണ് ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതി ചെയ്തത്. അങ്ങനെ കുറച്ച് പടങ്ങളുള്ളെങ്കിലും നല്ല പാട്ടുകളുണ്ട്, അല്ലേ? വളരെ കടവത്ത് തോണിയെടുത്തപ്പോൾ അല്ല, വളരെ സ്നിഗ്ധമായ. അയാൾ അങ്ങനെ ബൈ ബർത്ത് തമിഴിയനാ. ശരിക്കും അങ്ങനെ അച്ഛനും വലിയ തമിഴ് ഇതാന്നുള്ളൂ. പക്ഷേ കാലിക്കറ്റ് റേഡിയോ സ്റ്റേഷനിൽ ജോലിയായിട്ട് അങ്ങനെ മാരേജ് ചെയ്താൽ കുങ്കുമപ്പൂകൾ പൂത്തു. അയ്യോ, അതില് ഇതില് ഇത് മുറപ്പെണ്ണില്ലേ വളരെ സ്നിഗ്ധമായ ഒരു പാട്ടാണ്, ലിറിക് വോയിസ് ബന്ധം. പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധമഴിയുന്നോ, മുറുകുന്നോ ബന്ധമഴിയുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. ആത്മാവുള്ള പാട്ട്, ബ്യൂട്ടിഫുൾ.
കരയുന്നു പുഴ ചിരിക്കുന്നു കരയുന്നു പുഴ ചിരിക്കുന്നു കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു കരയുന്നു പുഴ ചിരിക്കുന്നു ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധമഴിയുന്നോ മുറുകുന്നോ ബന്ധമഴിയുന്നോ കരയുന്നു പുഴ ചിരിക്കുന്നു കരയുന്നു പുഴ ചിരിക്കുന്നു ആത്മാവുള്ള പാട്ട്. ബ്യൂട്ടിഫുൾ ആണ്. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിന് അത് സിംപ്ലിസിറ്റി. 4 ചരണം ഉണ്ട് അപ്പം. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു കരയുന്നു പുഴ ചിരിക്കുന്നു. കഥനത്തിലുണ്ടല്ലേ കഥനത്താൽ പാടിയോ? ഓർഡർ വ്യത്യാസം. 3 ചരണമാണ് അത് തന്നെ. അത് പിന്നെ അതുകൊണ്ട് ചേട്ടൻ്റെ ഇല്ല, അത് മറ്റേ ഈ 3 ചരണം ബാബുക്കയുടെ ഒരു എല്ലാം മിക്ക പാട്ടും പിന്നെ മിഡിലെ ഒന്ന് വരെ അനുപല്ലവി തന്നെ അതങ്ങനെ ഇതിനുണ്ടല്ലോ നമ്മുടെ ജാനകിയമ്മ പാടിയ പാട്ട് എഴുതി കൊടുത്ത് കൺമണിയെ കൺമണിയെ കരയാതുറങ്ങുന്നി. അതിലുണ്ട് 3 ചരണമുണ്ട്. ഇല്ല മിക്കതിലുണ്ട്. അത് ഇതില് വാസന്ത പഞ്ചമി നാളിൽ ഇല്ല ഇല്ല അതിൽ ചന്ദ്രമോഹൻ മറ്റേ കൺമണിയെ മെയിൽ വോയിസിലെ ഈ പ്രാണസഖി ഞാൻ വെറുമൊരു പ്രാണസഖി. അതിന്റെ ചേട്ടൻ്റെ വേറെ ഒരു കിടിലം പാട്ടുണ്ട് അതുകൊണ്ട് സ്വാതി തീർന്നാളും കാണാൻ അത് കൃഷ്ണസ്വാമിയുടെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇത്ര ഈ അടുത്ത് പാടിയത് ഇതിനൊരു പാട്ട് മെലഡി ആവണമെന്നില്ല എന്നത് ഇപ്പോൾ ഒരു മാസത്തിന് ഇടയ്ക്ക് ഒരു മാസത്തിനിടയ്ക്ക് പാടിയത് അയ്യോ ഇപ്പൊ എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. ഇപ്പൊ റിലീസായ ഒരു ഫിലിമിൽ ഒരു പാട്ടുണ്ട് ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റിലീസായിരുന്നു. അല്ല ചിലപ്പോൾ നമ്മൾ കേൾക്കാതെ പോകുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ തിരക്കായിരുന്നപ്പോൾ ഒരു റെക്കോർഡിങ് കഴിഞ്ഞാൽ അന്ന് ഷീലാമ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു ചെറിയ ടേപ്പ് റെക്കോർഡറേ ഉള്ളൂ. ഷീലാമ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഞാനും ശാരദയും വലിയ കൂട്ടുകാരികളായിരുന്നു. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോ എത്തണ വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്കന്ന് കാറൊന്നുമില്ലേ, കമ്പനി കാറിലാണ് പോണേ. പിന്നെ ഞങ്ങൾ കാറൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് കാറൊന്നും ഇല്ല. കാറ് മേടിച്ചാൽ പിന്നെ റെക്കോർഡിങ് കഴിഞ്ഞാൽ അടുത്ത റെക്കോർഡിങ് മാറി ഇതായാലും കിടക്കും. അല്ലെങ്കിൽ അതെടുത്തൊന്ന് മാറ്റും. പിന്നെ അത് മറന്നു പോകും. പിന്നെ ഇത് നാട്ടിൽ നമ്മുടെ അവരുടെ ഇടയ്ക്ക് പ്രേക്ഷകരുടെ ഇടയ്ക്ക് പോപ്പുലർ ആവുന്നത് അത് തന്നെ നമ്മുടെ അടുത്തും പോപ്പുലർ ആവുന്നത്. ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് പോപ്പുലർ ആവുന്നത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുള്ളൂ. അതെ അതെ. പിന്നെ നമ്മൾ വേറെ അത് പിന്നെ ഒന്നുകിൽ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ എവിടെയെങ്കിലും കേൾക്കണം. അല്ലാതെ ക്രിയേറ്റർക്ക് പോലും പാടിയെടുക്കും. ജേടൻ തന്നെ പിന്നെ കേട്ടില്ലെങ്കിൽ എങ്ങനെ ഓർമ്മിക്കാൻ. ഇതിലൊരു നല്ല പാട്ട് ചിത്രയുടെ പാട്ടുണ്ടായിരുന്നു. നാലുണ്ടോനെ ഒന്ന് വെച്ചാലും മതി. നമ്മുടെ റിലീസായില്ല കേട്ടോ. അല്ലിയാമ്പൽ തോണിയിൽ ഇന്നുമീറൻ സന്ധ്യയിൽ എൻ്റെ കാണാ കനവു തേടി പെണ്ണിലാ തിങ്കളെ മാഞ്ഞു പോകല്ലേ. അല്ലിയാമ്പൽ തോണിയിൽ എന്നുമീ
പൊയ്കയിൽ എൻ്റെ കാണാ കനവു തോറും വെണ്ണില തിങ്കളെ മാഞ്ഞു പോകലേ. അതിനൊരു അത് ഇത് ഇറങ്ങിയില്ലെന്ന് അറിഞ്ഞിട്ടോ. നല്ല പാട്ട്. ഇറങ്ങി ഇറങ്ങിയിട്ടില്ല. പാതിമായും ചിരിയുമാനി കിനാവിൽ നിൽക്കവേ ആ, ആ, പാതിമായും ചിരിയുമായി നീ കിനാവിൽ നിൽക്കവേ വരുന്നു നാരേ. അങ്ങനെ പോകുന്നു. നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്. ഇത് പറയുമ്പോൾ മറ്റല്ലിയാമ്പലും പാടാൻ കേട്ടോ. അല്ലിയാമ്പൽ ഇതും പാടാം. പക്ഷെ ഞാൻ ഗന്ധർവനിലത്തെ ആ പാട്ടൊക്കെ പാടാം. നിങ്ങളുടെ കോമ്പിനേഷൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇത്രയും ജോൺസൺ ചെയ്തത് രാജഹംസമേ. ആ അതെ. നല്ല പാട്ടാണ്. അല്ല അത് കോമ്പറ്റീഷൻസ് ബാൻ ചെയ്തു. ശരി. അതെ, അത് മൗനസരോവരം, മൗനസരോവരം. ഇത് പിന്നെ ഇന്നെനിക്ക് പൊട്ടുകുത്ത് അങ്ങനെ കുറെ കുട്ടികൾ കൂടുതൽ പാടിയിട്ടേ ജഡ്ജസ് അല്ല ഇതെന്താ ബാൻ ചെയ്തത്? എന്താ കാര്യം? കൂടുതൽ പാടി കുറേ പിള്ളേർ. അല്ല പാടുന്നവരെല്ലാം ഇത് തന്നെ മറ്റേ പാടുന്നു പറഞ്ഞിട്ട്. ഞങ്ങളുടെ അവിടെ ഒരു ശങ്കരകുട്ടി സ്കൂളിൽ ഒരു തവണ തമാശ വിചാരിക്കാം. നമ്മുടെ അവിടെ നടക്കുള്ളൂ. ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ കുറേ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരു കുറേ കുട്ടികൾ ഒരു പാട്ടായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ മൗനസരമുണ്ട്. അപ്പം ചില മാഷുമാർക്ക് ചില കുട്ടികളോട് ചിലപ്പോൾ അച്ഛനെ പരിചയമോ അല്ലെങ്കിൽ വീട്ടുകാരെ പരിചയമോ അങ്ങനെ കാണും. അപ്പം ഒരു മാഷ് ചോദിച്ചു, ശങ്കരകുട്ടി ഏതാ പാടുന്നത്? മാഷെ ഞാൻ ഓമലാളെ കണ്ടു. ഞാൻ അയ്യോ അതിപ്പോൾ 10 പേര് പാടിയല്ലോ കുട്ടി. അത് ഇനി അത് പാടിയാൽ ഒന്നും സമ്മാനം കിട്ടില്ല. വേറെ എന്തെങ്കിലും പാട്ടറിയോ? ശരി മാഷ, വേറെ പാടാതെ. നമ്പർ 13 ശങ്കരൻകുട്ടി ഇത് വിളിച്ചു. ശങ്കരൻകുട്ടി മൈക്ക് സെറ്റിൻ്റെ അവിടെ ചെന്നിട്ട് വേറൊരു മലാളെ കണ്ടു. ഈ 10 പേര് കണ്ട ഓമലാളല്ല. അപ്പം മാഷ വിചാരിച്ചു ഇവൻ ഏതാ ഇത് പുതിയ പാട്ട് വല്ലതും ഇത് അറിയോന്ന് ചോദിച്ചു. അതല്ലെന്നേ, ഈ ഓമലാള് വേറെ അത് എന്ന് പറഞ്ഞ പോലെ ഈ 10 പേര് 5 പേര് ഒരേ പാട്ട് പാടാൻ കഴിഞ്ഞാൽ പിന്നെ ബാൻ ചെയ്യും. ജോൺ ചേട്ടാ അതുപോലെ തന്നെ ഇപ്പം എപ്പോഴും മനസ്സിൽ കിടക്കുന്നൊരു പാട്ടാണ് ജോൺ ചേട്ടൻ്റെ. പിന്നെ ഇതില്ലേ ദേവാങ്കണങ്ങൾ. എന്താ പാട്ടത്? ഓ അത് അതില് ഒരു നമ്മുടെ ആ റേഞ്ച് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, പപ്പേട്ടൻ്റെ, അവര് പപ്പേട്ടനും ഭരതേട്ടനൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും മുഴുവൻ പാട്ട് കേൾക്കണ്ട. അതെ അതെ. ഈ പാട്ട് ഞങ്ങൾ അടുത്തടുത്ത റൂമിലിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ സ്കെയില് ഇങ്ങനെ അങ്ങനെ ഒന്ന് മൂളിപ്പോ പപ്പേട്ടൻ മൂളി തോന്നുന്നു. അതന്നെ പാട്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇപ്പം ജയനും ചിത്രയും ഒക്കെ ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലത് പാടും. അപ്പോൾ നമ്മൾ ജയുടെ മിഡിൽ പല്ലവിക്ക് വയ്ക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യാം. ഇപ്പം ഇതിൽ ഇംപ്രൈസേഷൻ ഇപ്പോൾ നീ അങ്ങനെയാണ് ഒറിജിനൽ പാട്ടിൽ കിടക്കുന്നത്. അതിപ്പം ദേവാ ആ ചുരുട്ടില്ലാണ്ട് പാടിയാലും കുഴപ്പമൊന്നുമില്ല. ദേവാങ്കണങ്ങൾ അത് എങ്ങനെ വേണമെങ്കിലുള്ളൂ. അപ്പോൾ ഒന്ന് അങ്ങനെ ആയെന്ന് വെച്ചാൽ പോലീസൊന്നും പിടിക്കില്ല. മറ്റേ തരണ അതിൽ അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ചരണത്തിലാണ് ഒരു ശൈലം ആലാപമായി സ്വരലാഗഭാവുകങ്ങൾ സഗഗ സഗമപ മദപ മപമ മദനി സനിദ മദനി സഗമപ സനിദ മദനി സ പവഗ ആലാപമായി സ്വരരാഗപാദരങ്ങൾ ഹിമബിന്ദു ചൂടും
സംജ്ഞാനങ്ങൾ പോലെ. അവിടെ എന്തായെന്നറിയോ, അത് ഇവിടുന്ന് ഈ കല്യാണി തുടങ്ങിയ സംഗതി അവിടെ സമ്മോഹനങ്ങളിലെ മോഹനം തന്നെ ആലാപമായി സ്വരരാഗഭാവുതങ്ങൾ ഹിമബിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോലെ തിരിച്ച. അത് ശരിക്കും പറഞ്ഞൊരു മിസ്റ്റേക്ക് പറ്റിയതാ. ഇതിനങ്ങോട്ട് ഒരു കോടലിലേക്ക് പോയതാണ്, അറിയാതെ പോയത്. അസല് പാട്ട്. പക്ഷെ അത് നമുക്ക് അതുപോലെ ദേവി മറ്റേ പാട്ട് അതും സൂപ്പർ പാട്ട്. ദേവി അത് നല്ല പാട്ടാണ്. അതുപോലെ മാഷിന്റെ മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് ഗോപിക. ചിത്രയുടെ അത് സിമ്പിളായിട്ട് ഇപ്പം രണ്ട് വിധത്തിൽ പിക്ചറൈസേഷൻ വരുമല്ലോ. ചിലപ്പം വളരെ ഗഹനമായി ചിന്തിച്ചിട്ടുള്ള ഉത്തുംഗമായ ചിന്തയിലേക്ക് പോവാതെ ഷോർട്ട് മ്യൂസിക്കിനനുസരിച്ച് ഷോർട്ട് എടുത്തുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട തങ്കത്തോണിയോ തങ്കം സിമ്പിൾ തങ്കത്തോണി ഈ പാദസരത്തിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് സിമ്പിളാണ്. വലിയ തലച്ചോറ് നല്ലൊരു എന്ത് രസം ഒന്ന് പാടി കൂടി. അതേതാണ് സിനിമ? അത് മഴവിൽക്കാവടി. മഴവിൽക്കാവടി. വലിയ കോസ്റ്റ് ഇല്ലാണ്ട് പാടിപ്പാടും. മാഷിന്റെ കുറെ ഫോക്കും അപ്പോൾ ആ പൂ വേണം എന്നോടുകൂടി എല്ലാവരും പറഞ്ഞു ഞാനെന്തോ ഇതിൻ്റെ ആളാണ്. അത് നമ്മൾ ആലോചിച്ചിട്ട് അതങ്ങനെ അങ്ങനെ വന്ന് ഭക്തിക്കുന്ന കാര്യം. ജേട്ടനും ചിത്രത്തിൽ പാടിയൊരു പാട്ടുണ്ടല്ലോ, യാത്രക്കാരുടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. നമ്മൾ ഇപ്പം ഇത്രയും നേരം വളരെ ജനറലായിട്ട് സിനിമ സംഗീതത്തെക്കുറിച്ച് സംസാരിച്ചു. കുറച്ച് നമ്മൾ ജനറൽ ലൈഫിനെ കുറിച്ചും അധികം അതിലേക്ക് പോയില്ല ഞങ്ങൾ. കാരണം ഇപ്പം ഞങ്ങൾ 4 പേരും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങളാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. ഇത്രയും നിങ്ങൾക്ക് ബോറടിച്ചുവെങ്കിൽ തീർച്ചയായും കൈകളിലേക്ക് എഴുതണം. ഇഷ്ടപ്പെട്ടാൽ അത് എഴുതണം, അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. അപ്പോൾ അത് അറിയിക്കണം. പിന്നെ ഞങ്ങൾ മുമ്പേ ചോദിച്ചൊരു ചോദ്യം, ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ഭാഷ ഗാനങ്ങൾ അങ്ങോട്ട് അങ്ങ് റീച്ചാവാത്തത്? ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ജീവിച്ചു പോട്ടെ. അതെ തീർച്ചയായും. ചിത്രമൊക്കെ ജീവിക്കും, കാരണം എല്ലാ ലാംഗ്വേജിലും പാട്ടും. അപ്പോൾ ഈ ഓണത്തിനോട് ചേട്ടനും പാടുന്നുണ്ട് എല്ലാ ലാംഗ്വേജും. ഓണത്തിനോടനുബന്ധിച്ച് ഞാൻ ഒന്നിലും അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത ആളല്ല. മിന്നാമിനെങ്കിലും ഒരു പാട്ട് വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇയാൾ എന്തോ ഫോക്കോ പഠിച്ചിരിക്കുന്നു. ഒന്നും പഠിച്ചതല്ല, ഒന്ന് ദൈവം തരുന്ന, പിന്നെ നിങ്ങളുടെ കൃപയും ദൈവത്തിൻ്റെ കൃപയും കൂടി. അപ്പോൾ അതിനകത്തൊരു ഫോക്ക് സ്റ്റൈല് എൻ്റെ മനസ്സിൽ തോന്നി ഫോക്ക്. പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാനം ചാത്തിയവൻ ഈ പെങ്ങൾ വേണം, ഓലോലം മഞ്ചളം മൂടിച്ചുള്ളിൽ ഓലോലം മഞ്ചൾ മൂളിപ്പോരുന്നുണ്ടേ മൂളിപ്പോരുന്നുണ്ടേ. പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാന പുനരന്തെത്തിരിന്നും കൊന്നത്തെ കാവിൽ നിന്നും തേവര് താഴെ എഴുന്നള്ളും ഓലോലം മഞ്ചൾ മൂടി പോരുന്നുണ്ടേ മൂളിപ്പോരുന്നുണ്ടേ. പൂ വേണം, ഈ പൂ വേണം, പൂക്കളം, പൂ ഇതൊക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ജനറലി ഈ ജീവിത സൗകര്യങ്ങൾ വളരെ കൂടുതലുള്ളവരും തീരെ ഇല്ലാത്തവരും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുക എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പെസിമിസ്റ്റ് ആണെന്ന് ധരിക്കരുത്. അത് നമുക്ക് കുറയണം. ആകെ കൂടി ഒരു ചെറിയൊരു ഷോർട്ട് ലൈഫ്, അത്രേ ഉള്ളൂ. അതിൽ പ്രാരാബ്ദവും ദുഃഖമായിട്ട് ആൾക്കാർ ഇവിടുന്ന് പോകാൻ പാടില്ല. എൻ്റെ അഭിപ്രായം ശരിയാണ് അല്ലേ? ലോകം മുഴുവൻ
സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവേ തിരിതെളിക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ പകരാനായി